അസ്സലാമലൈക്കും, വെൽക്കം ടു മൈ ചാനൽ ആ ഫാമിലി. അപ്പോൾ ഗൈസ്, ഇന്ന് എനിക്കൊരു വലിയ നോമ്പ് തരുന്നുണ്ട് കേട്ടോ. കുറച്ച് ലേറ്റ് ആയിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അവനോട് പറയും, ഇതാണ് അനശ്വർ കേട്ടോ, അവനോട് പറയും ആ ടിക്കറ്റ് ഒന്ന് പൊക്കി കാണിച്ചു കൊടുത്തേന്ന്. അത് ഞങ്ങൾക്ക് എൻട്രി ടിക്കറ്റാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഓഫീസിലേക്ക് പോയി. അവിടെ എത്തിയപ്പോൾ ഞങ്ങളെല്ലാവരും വോ എന്നുള്ള റിയാക്ഷൻ ആയിരുന്നു. നല്ല അടിപൊളി സെറ്റിംഗ് ആയിരുന്നു. അപ്പോൾ ഷെറി എന്നെ ചീത്ത പറയുന്നുണ്ട്, ഞാൻ വീഡിയോ എടുക്കാനല്ല പറഞ്ഞു, ഫോട്ടോ എടുക്കാനാണ് പറഞ്ഞു. ബട്ട് ഞാൻ വീഡിയോ കേട്ടോ ഗൈസ് എടുത്തത്. അതിനുശേഷം ഞങ്ങൾ 4 പേരിങ്ങനെ നിൽക്കുന്ന മുഖങ്ങൾ ഞാൻ ക്യാമറയിൽ പകർത്തി. അതിനുശേഷം ഞങ്ങളെല്ലാവരും അവിടെ ഒന്ന് ചുറ്റിക്കറങ്ങി കണ്ടു. അത്രക്കും അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, ഒരു സെഷനിൽ നമ്മുടെ മെഹന്തി കോർണർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ പോയി മെഹന്തി ആർട്ടിസ്റ്റുകൾ ഓരോ ഹാൻഡ്സിൽ അവർ മൈലാഞ്ചി ഇട്ട് കൊടുക്കുകയാണ് ഗൈസ്. അതിൻ്റെ ഇടയിൽ നമ്മുടെ ക്യാമറാമാൻ അതിൻ്റെ വീഡിയോ പകർത്തുന്നുണ്ട്. നല്ല അടിപൊളി സെറ്റപ്പ് ആയിരുന്നു, ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. അതിനുശേഷം ഞാൻ എൻ്റെ ക്ലാസ്സിലത്തെ കുട്ടികളുടെ മുഖങ്ങൾ പകർത്താൻ വേണ്ടി പോയി. അവർക്ക് എപ്പോഴും പരാതിയാണ് ഗൈസ്, എൻ്റെ മുഖം നീ ഇട്ടില്ല, എൻ്റെ മുഖം ഇട്ടില്ല എന്ന്. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ വിചാരിച്ചു കുറച്ച് പേരുടെ മുഖങ്ങളൊക്കെ ഞാൻ ഉൾപ്പെടുത്താമെന്ന്. അങ്ങനെ പിന്നെ ഞങ്ങളുടെ 2 മിസ്സുമാർ എൻ്റെ മുന്നിൽ വന്നിട്ട് ഗൈസ്. അങ്ങനെ മിസ്സുമാരെ കണ്ട് ഹായൊക്കെ പറയിപ്പിച്ച ശേഷം ഇങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മൾ മെയിനായിട്ടുള്ള പരിപാടി തുടങ്ങിയത് കേട്ടോ. അങ്ങനെ പിന്നെ ആ പരിപാടി കഴിഞ്ഞതിന് ശേഷം അടുത്തത് ആര് വരും എന്നുള്ള രീതിക്ക് ഇങ്ങനെ എല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ പരിപാടിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു വീഡിയോ കിട്ടി ഞങ്ങളെല്ലാവരും കൂടി സംസാരിക്കണം. അൺഎക്സ്പെക്റ്റഡ്, നോട്ട് ദി പോയിന്റ്. ഓക്കെ, അതിനുശേഷം പിന്നെ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ പാട്ട് പാടാൻ വേണ്ടി പോയിട്ടോ. अपना जताया अल्लाह 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 बंद कहता है, सुन अल्लाह 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 बंद कहता है, अल्लाह अल्लाह अल्लाह. ഗൈസ്, 3 പേര് പാട്ട് കഴിഞ്ഞതിന് ശേഷം എന്നോട് എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞു, നീ പോയി പാടുന്നുള്ള. എനിക്കെന്താ അവിടെ പോയി നിൽക്കാൻ ധൈര്യമില്ല. അപ്പം മിസ്സിനെ വിളിച്ചിട്ട് അവർ പറഞ്ഞു, മിസ് ഇവൾക്ക് പാടണം, ഒന്ന് അവിടേക്ക് കൊണ്ടുപോയി എന്ന്. അപ്പോൾ പറയുമ്പോൾ അവിടെ പാട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡാൻസ് കളിച്ച് വന്നു. അപ്പം മിസ് എന്നെ അവിടെ കൊണ്ടുപോയിട്ട് ഒന്ന് പവർ വരട്ടതൊക്കെ പറഞ്ഞിട്ട്, എന്നിട്ട് എൻ്റെ പേരൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വലിയൊരു വെൽക്കമിങ് ഒക്കെ ആയിരുന്നു കേട്ടോ. നമ്മുടെ ഷെഫ്നയുടെ പാട്ടുണ്ടായിരുന്നു. അപ്പോൾ ഷെഫ്നാക്ക് വേണ്ടി സപ്പോർട്ടിന് വേണ്ടിയിട്ട് പോയിരുന്നത് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ തന്നെ ഷെഫ്ന അവിടെ നിന്ന് വലിച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് മയക്ക് വരെ തന്നു ഗൈസ്. പിന്നെ നമ്മുടെ സാറിൻ്റെ പാട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കല്യാണ തലേ ദിവസമല്ലേ, അതിൻ്റെ ഒരു വൈബായിരുന്നു കേട്ടോ മൊത്തത്തിൽ. ആ ലൈറ്റിങ്ങും പാട്ടും ആ ഒരു മൊത്തത്തിലുള്ള ഒരു അടിപൊളിയായിരുന്നു കേട്ടോ. ഇനിയും എൻ്റെ പാട്ട് വരുന്നുണ്ട് കേട്ടോ ഗൈസ്, ഞാൻ നിർത്തിയിലോടുന്നുണ്ട്.
ഗൈസ് അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിലേ ഞാനാണ് തോന്നുന്നുണ്ട് പരിപാടി കുറച്ചുകൂടി കളറാക്കിയത് കേട്ടോ. സ്വയം പൊക്കല്ല, കാരണം ഞാനാണ് കുറേ പാടിയിട്ടുള്ളത് കേട്ടോ. എനിക്ക് ഇഷ്ടമാണ് പാടാൻ. അതിനുശേഷം പിന്നെ അവർ കാഴ്ചകൾ പകർത്താൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ വാട്ടർമെലൻ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ നമ്മുടെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ, മെയിൻ ആയിട്ടുള്ള നമ്മൾ ഇൻസ്റ്റാ പേജിലേക്ക് വേണ്ടിയിട്ട്. അതിനുശേഷം മൊത്തത്തിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ട് വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട് പോയി. നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളൊന്നും കയറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അവിടെ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കുകയാണ് കേട്ടോ. അവിടെ കയറണ കാട്ടി മുമ്പുള്ള വീഡിയോ ആണ്. അപ്പോൾ ഷെഫ്നാനെ ഞാൻ എടുത്ത് പിച്ചില്ലാതെ മാത്രം അതിങ്ങനെ നോക്കാണ്ട് എടുക്കുമ്പോൾ ഞാൻ മുഖം പിടിച്ചതാട്ടോ. അതിനുശേഷം നമ്മൾ ഇടയിൽ നിന്ന് ഒരാൾ നല്ല ധൈര്യത്തോട് കൂടിയിട്ട് ഇറങ്ങി വന്നു ഒരു ഹിന്ദി പാട്ട് പാടി. അതാണ് എല്ലാവരും ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മളോട് എല്ലാവരോടും പറഞ്ഞ ടൈം ആയപ്പോൾ ഉള്ളിലേക്ക് കയറിയിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഉള്ളിലേക്ക് കയറുന്ന തിരക്കിലാണ്. ഹലോ, കണ്ടില്ലേ നിങ്ങൾ? അങ്ങനെ പിന്നെ ഞങ്ങൾ എല്ലാവരും അവിടെ പോയിട്ട് സെറ്റിൽഡ് ആയിട്ടോ. അപ്പോൾ ഞങ്ങൾ ഭയങ്കര സന്തോഷത്തിലാണ്. റിമക്ക് സന്തോഷം സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ അനുശ്വരൻ്റെ കയ്യിൽ ഫോൺ എടുത്തിട്ട് പറഞ്ഞിട്ട് ആ വീഡിയോ എടുക്കുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ സുബ്ഹാനല്ലാഹി വബിഹംദിഹി ഇതിൽ ചൊല്ലിയിട്ടിരുന്നിട്ട്. അപ്പോൾ ഇതാണ് ഞങ്ങൾക്ക് ഐറ്റംസ് ആയിട്ട് കഴിക്കാനുള്ളത് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നോമ്പ് തുറക്കലാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബാങ്ക് കൊടുത്തപ്പോൾ അങ്ങനെ കടിച്ചു കുറച്ച് ഇല്ലാണ്ടായി. അങ്ങനെ നോമ്പ് തുറക്കൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ ഇരിക്കുന്നുണ്ടോ ഫുഡ് വെയിറ്റ് ചെയ്തിട്ട്. അപ്പോൾ മിസ് അതിൻ്റെ ഇടയിൽ നിങ്ങൾ വന്നപ്പോൾ ഞാൻ പറഞ്ഞു മിസ്സേ മെഹന്തി ഇത് കാണിച്ചു തന്നിട്ട്. അപ്പോൾ മിസ്സ് കാണിച്ചു തന്നപ്പോൾ ഞാൻ വീഡിയോ എടുക്കണം. അപ്പോൾ മിസ്സ് ഇതും വരും യൂട്യൂബ് ചാനലിൽ നിന്ന്. അപ്പോൾ കുറച്ച് പേര് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് ലൈബ്രറിയിൽ ഓഫീസിലായിട്ടോട്ട് എടുത്തിട്ടുണ്ടായത്. ഇവിടെ ചെമ്പ് തീരുന്നുള്ള പേരിലാണ് റീമ, കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യുന്നുള്ള പേടിയിലാണ് റീമ നിൽക്കുന്നത്. വിഷമത്തെ കിടന്ന് കയറെടുക്കുകയാണ് ഗായ്സ്, നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെ വെയിറ്റിങ്ങും കഴിഞ്ഞ് റീമയുടെ അയ്യോ ഫുഡ് എന്നുള്ള ആ ഒരു വിഷമം തീർക്കാൻ വേണ്ടി ഞങ്ങൾ ക്യൂവിലെത്തി. ഞങ്ങൾ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ എത്തിയപ്പോൾ നെയ്ച്ചോറ് കഴിഞ്ഞ്. അപ്പോൾ നെയ്ച്ചോറ് വീണ്ടും റീഫിൽ ചെയ്യാം കേട്ടോ. അങ്ങനെ നെയ്ച്ചോറിട്ടു, ചിക്കൻ കറിയും ഇട്ടു ഗൈസ്. അതിന് ശേഷം പിന്നെ ഞങ്ങൾ തിരിച്ച് സീറ്റ് വന്നിരുന്നപ്പോൾ ടീച്ചേഴ്സൊക്കെ ഞങ്ങൾക്ക് കൊടുന്ന് വെള്ളം ഒഴിച്ച് തരായിരുന്നു കേട്ടോ. ഗായ്സ് റിമ ഇസ് വെരി വെരി ബിസി ഗായ്സ്. റിമ ഇസ് വെരി 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 ബിസി. റിമ ഇസ് വെരി 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 ബിസി. അങ്ങനെ ഗൈസ് ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അങ്ങനെ ടീച്ചേഴ്സ് ഇരുന്നു കേട്ടോ. അപ്പോൾ ടീച്ചേഴ്സ് അറിയാണ്ട് ഞാൻ വീഡിയോ എടുക്കുന്ന ടൈമിൽ മിസ്സാ സാറ് കണ്ടപ്പോൾ സാർ അവിടെ ഇരുന്ന് കാണിക്കുന്നു. അങ്ങനെ പിന്നെ അവിടെ ഞങ്ങളെല്ലാവരും ടാറ്റ ബൈ ബൈ പറഞ്ഞിട്ട് ഇറങ്ങിയൊരു വീഡിയോ എടുത്തിട്ട്. അപ്പോൾ ഇത്രയുള്ള എന്താ വിശേഷങ്ങൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.